ഹലോ നമസ്കാരം, ധനകാര്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് BIS ഹോൾമാർക്കിനെ കുറിച്ചാണ്. സ്വർണത്തിന് പിന്നാലെ വെള്ളിക്കും ഹോൾമാർക്ക് നിർബന്ധമാക്കിയേക്കും. ഇക്കാര്യം ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പരിഗണിക്കണമെന്ന് കേന്ദ്ര ഉപഭോക്തൃ മന്ത്രാലയം അറിയിച്ചു. ഇപ്പോൾ സ്വർണത്തിന് മാത്രമാണ് ഹോൾമാർക്കിംഗ് നിർബന്ധമാക്കിയിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാനുള്ളത് BIS ഹോൾമാർക്ക് എന്താണ് എന്നും അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്താണെന്നും നമുക്ക് ഉദാഹരണ സഹിതം നോക്കാവുന്നതാണ്. BIS ഹാൾമാർക്ക് എന്ന് പറഞ്ഞാൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നൽകുന്ന ഒരു സർട്ടിഫിക്കേഷൻ ആണ്. സ്വർണത്തിൻ്റെ ശുദ്ധതയും ഗുണമേന്മയും ഉറപ്പാക്കുന്നതാണ് ഈ സർട്ടിഫിക്കേഷൻ. ഇത് ആഭരണത്തിൻ്റെ പരിശുദ്ധി സംബന്ധിച്ച് ജുവല്ലറികളുടെ അവകാശവാദം ഉപഭോക്താക്കൾക്ക് പരിശോധിച്ച് ഉറപ്പാക്കാൻ സഹായിക്കുന്നു. അടുത്തത് BIS ഹാൾമാർക്കിൻ്റെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാവുന്നതാണ്. ഒന്ന്, ലോഗോ. ഇത് BIS സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് BIS ലോഗോ. അടുത്ത് നോക്കുന്നത് ശുദ്ധത അല്ലെങ്കിൽ പ്യൂരിറ്റി, ഫൈനസ് ഗ്രേഡ് എന്നൊക്കെ പറയുന്നതാണ്. സ്വർണത്തിൻ്റെ ശുദ്ധത കാണിക്കുന്നതാണ്. ഉദാഹരണത്തിന് 22K916 എന്ന് പറയുന്നത് 22 ക്യാരറ്റ് സ്വർണം, 91.6% ശുദ്ധമായ സ്വർണം എന്നാണ് കാണിക്കുന്നത്. ഇനി 18K750 എന്നുള്ളത് 18 ക്യാരറ്റ് സ്വർണമാണ്. അതിൽ സ്വർണം 75% ശുദ്ധത എന്നാണ് കാണിക്കുന്നത്. അതായത് 14K585 എന്നുള്ളത്, അതായത് 14 ക്യാരറ്റ് സ്വർണത്തിൻ്റെ ശുദ്ധത 58.5% എന്നുള്ളതാണ്. അടുത്തത് അസൈയിങ് ആൻഡ് ഹാൾമാർക്കിംഗ് സെൻറ്റർ കോഡാണ്. ആഭരണത്തെ പരിശോധന നടത്തിയ സെൻറ്ററിൻ്റെ തിരിച്ചറിയൽ കോഡ് കാണും. അടുത്ത പറയുന്നത് ജുവല്ലറുടെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ്. ആഭരണം നിർമ്മിച്ച അല്ലെങ്കിൽ വിറ്റ ജുവല്ലറുടെ ഐഡൻറ്റിറ്റിയാണ് കാണിക്കുന്നത്. അഞ്ചാമതൊരു അടയാളം കൂടെ ഉണ്ട് ഗോൾഡിനത് ഹാൾമാർക്കിൻ്റെ വർഷമാണ്. ഹാൾമാർക്കിൻ്റെ വർഷത്തെ പ്രതിനിധീകരിക്കുന്ന കോഡാണ് ഉള്ളത്. അതായത് ഇതിൽ 5 കാര്യങ്ങളാണ് മെയിനായിട്ട് ഹാൾമാർക്കിൻ്റെ ഇതിൽ വരുന്നത്, BIS ഹോൾമാർക്കിൽ വരുന്നത്. അതിൽ ആദ്യം വരുന്നത് BIS ലോഗോ. ഇത് BIS സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ്. രണ്ടാമത് പറഞ്ഞ ശുദ്ധതയെ അല്ലെങ്കിൽ പ്യൂരിറ്റിയെ കാണിക്കുന്നതാണ്. സ്വർണത്തിൻ്റെ ശുദ്ധത എത്രയാണെന്ന് കാണിക്കുന്നതാണ്. അതിന് ഉദാഹരണത്തിന് 22K916 എന്ന് പറഞ്ഞാൽ 22 ക്യാരറ്റ് സ്വർണം, 91.6% ശുദ്ധമായ സ്വർണം എന്നാണ് കാണിക്കുന്നത്. അടുത്ത 18K750 എന്നുള്ളത് 18 ക്യാരറ്റ് സ്വർണം, സ്വർണത്തിൻ്റെ ശുദ്ധത 75% ശുദ്ധതയാണ് കാണിക്കുന്നത്. അടുത്തത് 14K585 എന്ന് പറയുന്നത് 14 ക്യാരറ്റ് സ്വർണം, സ്വർണത്തിൻ്റെ ശുദ്ധത 58.5% ശുദ്ധത എന്നാണ്. അടുത്ത മൂന്നാമത്തെ അസൈയിങ് ഹാൾമാർക്കിംഗ് സെൻറ്റർ കോഡാണ്. അസൈയിങ് ആൻഡ് ഹാൾമാർക്കിംഗ് സെൻറ്റർ കോഡ് ആഭരണത്തെ പരിശോധന നടത്തിയ സെൻറ്ററിൻ്റെ തിരിച്ചറിയൽ നമ്പറാണ്, തിരിച്ചറിയൽ കോഡാണ്. അതായത് ആഭരണത്തെ പരിശോധന നടത്തിയ സെൻറ്ററിൻ്റെ തിരിച്ചറിയൽ കോഡാണ് അസൈയിങ് ആൻഡ് ഹാൾമാർക്കിംഗ് സെൻറ്റർ കോഡ്. അടുത്തതിൽ നാലാമതായിട്ട് വന്ന ജുവല്ലറുടെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ്. ജുവല്ലറുടെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ്. ആഭരണം നിർമ്മിച്ച അല്ലെങ്കിൽ വിറ്റ ജുവല്ലറുടെ ഐഡൻറ്റിറ്റിയാണ് ഇത് കാണിക്കുന്നത്. അഞ്ചാമതായിട്ട് ഹാൾമാർക്കിങ്ങിൻ്റെ വർഷമാണ്. ഹാൾമാർക്കിങ്ങിൻ്റെ വർഷത്തെ പ്രതിനിധീകരിക്കുന്ന കോഡാണ് ഉള്ളത്. ഉദാഹരണത്തിന് 2025 എന്നുള്ളത് എന്നവിടെ പ്രതിനിധാനം ചെയ്യുന്നു, 2025 എന്നുള്ളത് കാണിക്കുന്നു. ഇനി നമുക്കിത് ഉദാഹരണ സഹിതം നോക്കാവുന്നതാണ് എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ഒരു 22 ക്യാരറ്റ് സ്വർണ്ണ മോതിരം വാങ്ങുകയാണെന്ന് കരുതുക. നമ്മൾ ആ പിക്ചറിൽ കാണിക്കുന്നുണ്ട്, അതിൽ നമ്മൾ മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്, അതനുസരിച്ച് നോക്കാവുന്നതാണ്. അതിൽ ആ മോതിരത്തിൻ്റെ എൻഗ്രാവിങ്ങിൽ താഴെയുള്ള വിവരങ്ങൾ കാണാം. എൻഗ്രാവിങ്ങിൽ കാണിച്ചിട്ടുണ്ട്, അതിൽ ആരോ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതിലാണ് ഒന്ന് BIS ലോഗോ കാണിക്കുന്നുണ്ട്, ഇത് BIS സർട്ടിഫിക്കേഷൻ ആണ് കാണിക്കുന്നത്. രണ്ടാമത് വരുന്ന പ്യൂരിറ്റി മാർക്ക് കാണിക്കുന്നുണ്ട്, 22K916, അത് 91.6% ശുദ്ധമായ സ്വർണ്ണമെന്നാണ് കാണിക്കുന്നത്. പിന്നെ അസൈയിങ് സെൻറ്ററിൻ്റെ കോഡ് കാണിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത്
നാലാമത് ജുവല്ലറിയുടെ ഐഡൻറ്റിഫിക്കേഷൻ കാണിക്കുന്നുണ്ട്. 5 വർഷവും കാണിക്കുന്നുണ്ട്. ഈ മോതിരം സർട്ടിഫൈഡ് ആണ് എന്നുള്ളതാണ്. 91.6% ശുദ്ധമായ സ്വർണ്ണം ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഉറപ്പ് നൽകിയ സെൻറ്ററും ജുവല്ലറും ഇത് പരിശോധിച്ചിരിക്കുന്നു എന്നും ഇത് കാണിക്കുന്നുണ്ട്. അടുത്ത് പറയാനുള്ളത് 2021 ജൂൺ മുതൽ ആണ് സ്വർണത്തിന് ഹാൾ മാർക്കിംഗ് നിർബന്ധമാക്കിയത്. അതിൽ 14, 18, 22 ക്യാരറ്റ് എന്നിങ്ങനെ 14 ക്യാരറ്റ്, 18 ക്യാരറ്റ്, 22 ക്യാരറ്റ് സ്വർണത്തിന് ഇത് ബാധകമാണ്. ഇത് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഹാൾ മാർക്കിംഗ് ചെയ്യുന്നതിന് BIS അംഗീകരിച്ച ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾ ഉപയോഗിക്കുന്നു. BIS ഹാൾമാർക്കുള്ള ആഭരണങ്ങൾ വാങ്ങുന്നത് ഉപഭോക്താക്കൾക്ക് ഗുണനിലവാരവും ശുദ്ധതയും ഉറപ്പാക്കാൻ സഹായിക്കുന്നു. ഇനി നിങ്ങൾ വാങ്ങുന്ന സ്വർണം ഈ ഘടകങ്ങൾ പരിശോധിച്ച് ഉറപ്പാക്കുക.